ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. മുത്തശ്ശനും അതേപോലെ തന്നെ സിദ്ധുവും മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും ചന്ദ്രികയും മലരും ഒക്കെ ചേർന്ന് അന്നദാനം നൽകുകയാണ്. ചന്ദ്രികയും സിദ്ധുവും ലക്ഷ്മിയും ഒക്കെയാണ് അന്നദാനം വിളമ്പി കൊടുക്കുന്നത്. അത് കണ്ട് നോക്കി നിൽക്കുകയാണ് സന്തോഷത്തോടെ എല്ലാവരും വാങ്ങിച്ചു പോകുന്നത്. മുത്തശ്ശനും മഹേന്ദ്രൻ സാറും ഒക്കെ എല്ലാവരും ക്യൂ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോവാണ്. ഒടുവിൽ ഒരു സ്വാമി വന്നു ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആ സ്വാമി ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രികയ്ക്ക് പെട്ടെന്ന് പിടികിട്ടില്ല ആളെ. അപ്പോൾ സ്വാമി ചോദിക്കുകയാണ്, എന്താ മോളെ, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ അച്ഛനും അമ്മയും ജീവനോടെ ഇരിപ്പുണ്ടോ? അവരോടൊപ്പം നീ ഒന്നിച്ചോ? അതൊക്കെ ചോദിക്കുന്നത് കേട്ട് ചന്ദ്രികയ്ക്ക് ഏകദേശം ആളെ പിടികിട്ടി. മറ്റുള്ളവരൊക്കെ പരിഭ്രമത്തോടെ നോക്കുകയാണ്, ആരാ എന്താ എന്നറിയാതെ. സ്വാമി അതും പറഞ്ഞ് ചിരിച്ചു കൊണ്ടുപോയി. പിന്നെ മഹേന്ദ്രൻ സാറ് ചോദിക്കുകയാണ്, ചന്ദ്രികയെ, സ്വാമി എന്താ പറഞ്ഞത് ചന്ദ്രികയെ? നമ്മളന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നപ്പോൾ ഈ സ്വാമി എന്നെ കണ്ടിരുന്നു. അച്ഛനമ്മമാർ മരിച്ചിട്ടില്ല, അവർ ജീവനോടെയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല, എന്നാൽ ഇപ്പം ഞാനത് വിശ്വസിക്കുന്നു. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ആ സ്വാമി പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനമ്മമാർ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം. ഇതാ ചന്ദ്രികയെ കൊടുക്ക് ഭക്ഷണം കൊടുക്ക്. അപ്പോഴാണ് ഒരു സ്ത്രീ തീരെ വയ്യാതെ അങ്ങോട്ടിരുന്നിട്ട്, ഈശ്വര, എന്നെ എന്തിനാ പരീക്ഷിക്കുന്നത് എന്ന് പറയാണ്. അത് മലർ കണ്ടു. അതിനുശേഷം മലർ പറയാണ്, സിദ്ധു, എനിക്കും വേണം ഭക്ഷണം. ഓ, മോൾക്കും വേണോ? തരാലോ, നിൽക്ക്. മോളെ ഇതാ, കളയാതെ പിടിച്ച മോളെ, സൂക്ഷിച്ച്. മലർ നേരെ ഭക്ഷണവുമായിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്കാണ് പോയത്. മുത്തശ്ശി, ഇതാ കഴിക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ, മോൾക്ക് നല്ലതേ വരൂ. മലർ അവർക്ക് കൊണ്ടുപോയി കൊടുത്തത് കണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആരുമില്ല എന്ന് വിചാരിച്ചപ്പോൾ ദൈവം നിങ്ങളെ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്നു. ചന്ദ്രിക അച്ഛനോടും അമ്മയോടുമായിട്ട് പറയാണ്. പക്ഷേ നിങ്ങളായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ എന്നെനിക്ക് അറിയില്ലായിരുന്നു. അച്ഛനമ്മമാർ തൊട്ടടുത്തുണ്ടായിട്ടും ഞാൻ ഇത്രയും നാൾ ആരോരുമില്ലാത്തവളായി ജീവിച്ചു. ഇങ്ങനൊരു ദൗർഭാഗ്യം മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ, ദൈവം എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും ഉണ്ടാവും. കരയാതെ ചന്ദ്രികയെ. സത്യമാണ് അമ്മേ, ഇപ്പോഴെങ്കിലും നിങ്ങളാണ് എൻ്റെ അച്ഛനമ്മമാർ എന്നെനിക്ക് മനസ്സിലായല്ലോ. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയാം. പിന്നെ ചന്ദ്രികയും മലരും മുത്തശ്ശൻ്റെ കാലിന് വീണ് പറയാണ്, മുത്തശ്ശ, ഞങ്ങളെ അനുഗ്രഹിക്കണം. നിനക്ക് നന്മയുണ്ടാവട്ടെ മോളെ എന്ന് പറഞ്ഞ മുത്തശ്ശൻ അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അവർക്ക് നല്ലതേ വരൂ. അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയാണ്, അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. അച്ഛൻ്റെ അടുത്തും പോയി പറയാണ്. രണ്ടുപേരും പറയാണ്, മോൾക്ക് നല്ലതേ വരൂ, മോൾക്ക് നന്മ വരും. പിന്നെ അച്ഛൻ പറയാണ്, ഇനി മുതൽ മോൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. വരൂ, വാ. എന്നെ കാണിക്കുന്നത് മനീഷിനെയാണ്. മനീഷ് വണ്ടിയുമായിട്ട് പോകുമ്പോൾ മനീഷ് തനിയെ പറയാണ്, പോലീസിനെ മാത്രം വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. മോഷണം നടന്ന സ്ഥലത്ത് നേരിട്ട് ചെന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കണം. ആ സ്ഥലത്ത് മനീഷ് വണ്ടിയുമായി വന്ന് ഇറങ്ങി ആ ചുറ്റുപാടും നോക്കുകയാണ്. ആ കടയിൽ CCTV ക്യാമറയുണ്ട്. എന്തായാലും അന്ന് നടന്ന മോഷണം ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും. സാർ, പറയൂ, ഒരു ഹെൽപ്പ് വേണേനു. എന്താണ്, പറയൂ. മനീഷ് പറയാണ്, സാർ, 2 ദിവസം മുമ്പ് അന്നുണ്ടായ ആ ആക്സിഡൻറ്റിൻ്റെ കാര്യം. ഓട്ടോക്കാരൻ വന്ന് കാറിൽ ഇടിച്ചത്. എന്നിട്ട് മനീഷ് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, എടോ, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? അയാൾ അത് കേട്ടിട്ട് പറയാണ്, ഇതിന് ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാ? അതല്ല, നിങ്ങളുടെ കടയിൽ CCTV ക്യാമറ ഉണ്ടല്ലോ. അന്ന് റെക്കോർഡായ ഫുട്ടേജ് ഒന്ന് കാണിച്ചു തന്നാൽ എൻ്റെ കാറിൽ നിന്നും ആ പണം മോഷ്ടിച്ചത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കടക്കാരൻ പറയാണ്, എനിക്ക് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, പോലീസ് കേസും ആവും. വേണ്ട അനിയ, 25 ലക്ഷം രൂപയാണത്. ആ പണം മോഷണം പോയത് കാരണം എൻ്റെ ജോലിയും പോയി. ആ പണം ഞാൻ തിരികെ കൊടുത്തില്ലെങ്കിൽ കമ്പനി എൻ്റെ മേൽ ലീഗൽ ആക്ഷൻ എടുക്കും. സാർ, നിങ്ങളൊരു ചെറിയ സഹായം ചെയ്താൽ എനിക്ക് എൻ്റെ ജോലി തിരിച്ചു കിട്ടും. പ്ലീസ്, എനിക്ക് വേണ്ടി ഈ ഒരു സഹായം ചെയ്യൂ സാർ. ജോലിയില്ലാതെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുക. നിങ്ങളെ ജോലി നഷ്ടപ്പെട്ട് എന്ന് പറയുന്നത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. എടാ, ഇങ്ങോട്ട് വാ, അതിനകത്ത് കൊണ്ടുപോയിട്ട് CCTV ഒന്ന് കാണിച്ചു കൊടുക്ക്. ശരി സാർ. വലിയ ഉപകാരം സാർ. ഏത് ഡേറ്റാ സാർ? ലാസ്റ്റ് ഫ്രൈഡേ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. കാശ് കളവ് ചെയ്ത സമയം നിങ്ങൾക്കറിയോ? 11 മണിയായിട്ടുണ്ടാവും. ഓക്കെ സാർ. അപ്പോഴാണ് മനീഷ് ആ രംഗം കാണുന്നത്. സാർ, ഇതാണ്, 1 മിനിറ്റ്. അപ്പോഴാണ് മേഘയുടെ ചന്ദ്രൻ അച്ഛൻ വന്നിട്ട് പെട്ടിയും പണവുമായി എടുത്തുകൊണ്ട് പോകുന്നത് കാണുന്നത്. അപ്പോൾ മനീഷ് പറയാണ്, സാർ,
ഈ തെമ്മാടിയാണ് എൻ്റെ പണം മോഷ്ടിച്ചത്. സാർ, ഇതിൻ്റെ CCTV ഫുട്ടേജിൻ്റെ ഈ ഭാഗം എനിക്കൊന്ന് ഫോണിൽ സെൻഡ് ചെയ്യുമോ? ഇത് പോലീസിന് കൈമാറണം. അങ്ങനെ ആ രംഗം മുഴുവനും അവൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. കോപ്പി ആയിട്ടുണ്ട് സാർ. രേഖയുടെ ചന്ദ്രനച്ഛൻ നോക്കി നോക്കി പണം മോഷ്ടിച്ച് പോകുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ മനീഷ് പറയാണ്, വളരെ ഉപകാരം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഫുട്ടേജ് കിട്ടി. സാറില്ല, പോയിക്കോ. ഈ കള്ളനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. ഞാൻ വരട്ടെ സാർ. മനീഷ് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് പറയാണ്, ചിന്തിക്കുകയാണ്, ഈ ഫുട്ടേജ് പെട്ടെന്ന് തന്നെ മേഘയാണ് കാണിക്കേണ്ടത്. ലക്ഷ്മി ചെറുമകളെ എടുത്ത് നന്നായിട്ട് കൊഞ്ചിച്ച് കളിക്കുകയാണ്. ക്ഷേത്രത്തിൽ തന്നെയാണ് ഉള്ളത് എല്ലാവരും, മുത്തശ്ശനും സിദ്ധുവും ഒക്കെ. മലർ, ഹായ്. മുത്തശ്ശൻ എന്തെന്നാ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നോക്കിയേ. ഹായ്, ബലൂൺ. താങ്ക്സ് മുത്തശ്ശ. മുത്തശ്ശൻ മലറിന് ഉമ്മ കൊടുക്കുകയും തഴുകുകയും തലോടും ഒക്കെ ചെയ്യാണ് സ്നേഹത്തോടെ. മേഡം, ഇതാ മേഡം, ഇത് ദേവിക്ക് പൂജ ചെയ്ത പ്രസാദമാണ്. ദേവി നിങ്ങൾക്കിനി ഒരു കുറവും വരുത്തില്ല. ശരി പൂജാരി, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ നടക്കൂ. അങ്ങയുടെ വാക്ക് അതുപോലെ ഫലിക്കട്ടെ. നന്നായി വരട്ടെ. ഇതാ ചന്ദ്രികെ. ഏട്ടാ, നമ്മുടെ മോളെ തിരിച്ചു കിട്ടിയാൽ വേറൊരു നേർച്ചയും കൂടി നമ്മൾ നേർന്നിരുന്നല്ലോ. ഞാൻ പോയി ആ നേർച്ച നടത്തിയിട്ട് വരാം. ലക്ഷ്മി, ഞാൻ നിന്നോടൊപ്പം വാദപ്രദക്ഷിണം നടത്താം. ശരി, വാ ഏട്ടാ. മകളെ പതുക്കെ സിദ്ധു എണീപ്പിക്കണം. എല്ലാവർക്കും പോകാം, നടക്ക് മോളെ നടക്ക് എന്ന് പറയാണ് മുത്തശ്ശൻ. അങ്ങനെ അവർ പാദപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ സിദ്ധു ചന്ദ്രികയോടായിട്ട് ചോദിക്കുകയാണ്, അല്ല ചന്ദ്രികയെ, ഞാനാണ് നിൻ്റെ മുറച്ചെറുക്കൻ എന്ന് അറിയാഞ്ഞിട്ടും നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? അത് പറയാനുള്ളൊരു അവസ്ഥയിലായിരുന്നല്ലോ. ചന്ദ്രികയെ, നീ ആ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം സന്തോഷിക്കുമെന്ന് അറിയായിരുന്നോ? നീ ഈ വീട്ടിൽ നിന്നും തിരിച്ചു പോയപ്പോൾ ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്ന് വിചാരിച്ച് ഞാൻ വിഷമിക്കില്ലായിരുന്നു. മുത്തശ്ശനും കൊച്ചുമോളും കൂടി കൊഞ്ചിച്ച് നന്നായിട്ട് കളിക്കുകയാണ്. സൂക്ഷിച്ച് കളിക്കണം, പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ വാങ്ങിത്തരില്ല. ചന്ദ്രികയെ, ഇനി ഒരു കാരണം കൊണ്ടും നീ ഞങ്ങളെ വിട്ട് എവിടേക്കും പോകാൻ പാടില്ല. ഓ, ഞാൻ പെട്ടുപോയി എന്നാണോ പറയുന്നത്? സിദ്ധുവിനോട് ചന്ദ്രിക ചോദിക്കുക. അതെ, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു രാക്ഷസൻ്റെ കയ്യിൽ നീ പെട്ടിരിക്കുക. ഇനി മുതൽ ഈ രാക്ഷസനിൽ നിന്നും നിന്നെ ഒരാൾക്കും രക്ഷിക്കാൻ പറ്റില്ല. എനിക്കൊരു സംശയമുണ്ട് സാർ. എന്താ ചന്ദ്രികയെ? ഞാൻ സാറിനെ എന്താ വിളിക്കേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. സാറിൻ്റെ മുറച്ചെറുക്കനല്ലേ, മുറച്ചെറുക്കനെ എന്താ വിളിക്കേണ്ടത്? അങ്ങനെയുള്ളപ്പോൾ ഏട്ടാ എന്നൊക്കെയാ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കുക. അപ്പോൾ ഞാൻ സാറിനെ ഏട്ടാ എന്നാണോ ഇനി വിളിക്കേണ്ടേ? അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, സാറേ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഏട്ടാ എന്ന് വിളിക്കുന്നത് കേൾക്കാനല്ലേ കൂടുതൽ രസം. ചന്ദ്രികയെ, നീ എന്നെ ഒരേ ഒരു തവണ സിദ്ധുവേട്ടാ എന്നൊന്ന് വിളിച്ചേ, ഒന്ന് കേൾക്കട്ടെ. ചന്ദ്രിക അത് കേട്ടപ്പോൾ ചിരിക്കുകയാണ്. ഒന്ന് പോ സാർ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്താ ചന്ദ്രികയെ, എന്തിനാ ഇങ്ങനെ വെറുതെ നാണിക്കുന്നേ? ഒന്ന് പോ സാർ, വെറുതെ ഓരോന്ന്. ഞാനെപ്പോഴും സാറിനെ സാറേന്നേ വിളിക്കൂ. ചന്ദ്രികയെ, പ്ലീസ് ചന്ദ്രികയെ, ഒരേ ഒരു തവണ ഏട്ടാ എന്നൊന്ന് വിളിക്ക്. ഞാൻ വിളിക്കില്ല. ശരി, നമുക്ക് നോക്കാം. എന്നെങ്കിലും ഒരു ദിവസം നീ എന്നെ ഏട്ടാ എന്ന് വിളിച്ചല്ലേ പറ്റൂ. ചന്ദ്രികയെ, ഇനി മുതൽ നീയും ഞാനും സംസാരിക്കുന്നത് ആർക്കും തടയാൻ പറ്റില്ല. ആർക്കും അതിനുള്ള അധികാരം ഇല്ല. കാരണം ഇത് രക്തബന്ധ. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞാൻ സാറിൻ്റെ അമ്മാവൻ്റെ മകളായതുകൊണ്ട് സാറ് ലിമിറ്റൊന്നും മറികടക്കാൻ പാടില്ല. ഓ ശരി മാഡം, ഇനി ഞാൻ ഒരു 10 അടി ദൂരത്ത് നിന്ന് സംസാരിച്ചോളാം, എന്താ പോരെ? അതും പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുക, സാറ് പുറം രാജ്യത്തൊക്കെ പഠിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളല്ലേ? ഞാൻ അത്ര വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. സാറിൻ്റെ അത്രയ്ക്ക് എനിക്ക് ഒരറിവും ഇല്ല. ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ വളർന്നവളാണ് ഞാൻ. എന്നിട്ടും എന്നെ എന്തുകൊണ്ടാണ് സാറിന് ഇഷ്ടപ്പെട്ടത്? ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് എന്നോട് ദയ തോന്നിയിട്ട് ഉണ്ടായ ഇഷ്ടമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? നോക്ക് ചന്ദ്രികയെ, ദയ തോന്നിയതുകൊണ്ടോ അനുകമ്പ തോന്നിയതുകൊണ്ടോ ഒരാളോട് ആർക്കും പ്രണയം തോന്നില്ല. പ്രണയം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത വികാരമാണ്. ആ വികാരം എല്ലാവരോടും തോന്നില്ല ചന്ദ്രികയെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന് ജസ്റ്റ് ഒരു കാരണം മാത്രമല്ല, 1000 കാരണങ്ങൾ ഉണ്ട്. നിന്റെ ധൈര്യം, ആത്മവിശ്വാസം, പോരാട്ടം, മുതിർന്നവരോട് നീ കാണിക്കുന്ന ബഹുമാനം, പിന്നെ നിന്റെ അനുകമ്പ, അങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ചന്ദ്രികയെ. അതെല്ലാമാണ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ കാരണമായത്. ചന്ദ്രികയെ, നിനക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് കരുതുന്നു. നീ ഇവിടെ വന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ നിന്നെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഡിസ്റ്റർബ് ചെയ്തത് ഓർമ്മയുണ്ടോ?
അന്ന് ആ സമയത്ത് ഞാൻ അവരോട് വഴക്കുണ്ടാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരുപാട് രക്തം വന്നു. അത് കണ്ടപ്പോൾ നീ വല്ലാതെ പേടിച്ചുപോയി. ഉടനെ തന്നെ നീ ഒന്നും ആലോചിക്കാതെ എന്നിൻ്റെ സാരിത്തുമ്പ് വലിച്ചേറി എൻ്റെ കയ്യിൽ കെട്ടിത്തന്നു. ആ നിമിഷത്തിലാണ് എൻ്റെ ജീവിതം മുഴുവനും ഇതുപോലൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതിനുശേഷം ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഛർദ്ദിച്ചിരുന്നു. ആ ഛർദിൽ പോലും യാതൊരു അറപ്പും കൂടാതെ നീ നിൻ്റെ കൈകൊണ്ടെടുത്തു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുക അതുപോലെയാണ് നീ എന്നെ നോക്കിയത്. അമ്മയല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അളവറ്റ സ്നേഹം കൊണ്ട് മാത്രം. അപ്പം മുതൽ തന്നെ ഞാൻ നിന്നെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങി. ഇതാണോ സാറെന്നെ സ്നേഹിക്കാൻ കാരണം? അതെ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ ഇതും ഒരു കാരണം. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതും പറഞ്ഞ് സിദ്ധു ചിരിക്കുകയാണ്. അതെല്ലാം പറയാൻ തുടങ്ങിയാൽ ഈ ജന്മം മതിയാവില്ല. അതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പതിയെ നടന്നു പോവുകയാണ് രണ്ടുപേരും സന്തോഷത്തോടെ. പിന്നെ കാണിക്കുന്നത് മേഘ മേഡത്തെയാണ്. ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത്, എക്സ്ക്യൂസ് മീ മാഡം, മാഡം വിളിച്ചിരുന്നോ? എനിക്ക് ഉടനെ ഒരു ലിസ്റ്റ് വേണം. എന്ത് ലിസ്റ്റാണ് മാഡം? ഈ ഓഫീസിലെ മഹേന്ദ്രൻ അച്ഛൻ്റെ വിശ്വസ്തർ, സിദ്ധാർത്ഥിൻ്റെ വിശ്വസ്തർ, അവരുടെയൊക്കെ ലിസ്റ്റ് എനിക്ക് വേണം. എന്തിനാ മാഡം? വേറെന്തിനാ? പ്രമോഷൻ കൊടുക്കാനൊന്നുമല്ല ചോദിക്കുന്നത്, എല്ലാത്തിനെയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനാ. എന്താ മാഡം ഈ പറയുന്നത്? അത് കേട്ട് മേഘ ചോദിക്കുകയാണ്, നിങ്ങൾ അവരുടെ വിശ്വസ്തരല്ലല്ലോ? അയ്യോ അല്ല മാഡം. എന്താ മാഡം ഇത്? ഇന്ന് തന്നെ ലിസ്റ്റ് തയ്യാറാക്ക്. എല്ലാവരെയും ഇന്ന് തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടണം. പെട്ടെന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടാൽ അവരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും മാഡം. നോക്ക്, എന്നെ ഉപദേശിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരോടൊപ്പം നിങ്ങളെയും പറഞ്ഞു വിടും. വേണ്ട മാഡം, ഞാൻ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് എടുത്തിട്ട് വരാം. എന്നിട്ട് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി മുതൽ എല്ലായിടത്തും എൻ്റെ ആളുകൾ മാത്രം മതി. അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ആരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ജാനകി മുറിയിലിരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. ആ സമയത്താണ് വാസു കയറി വന്നിട്ട് ജാനകി എന്ന് വിളിക്കുന്നത്. എത്തുപോയിട്ടും ജാനകി ഒന്നും അറിഞ്ഞില്ല. ജാനകി വിളിച്ചോ ചേട്ടാ? അതാ ഇപ്പം നന്നായത്. ഞാൻ വിളിച്ചത് പോലും അറിയാതെ എന്താ ഇത്ര വലിയ ചിന്ത? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ശരി, ദാ കാപ്പി കുടിക്ക്. നിൻ്റെ ഒരു കാര്യം. ജാനകി വീണ്ടും ചിന്തയിലായി. അപ്പോൾ വാസു ദൂരെ നിന്ന് നോക്കിയിട്ട് പറയാണ്, എന്താ ജാനകി നീ ആലോചിക്കുന്നേ? എന്തിനെക്കുറിച്ചാണ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ഏട്ടാ, ഈ വീട്ടിൽ നടന്നതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു. ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നും ഈ വീട്ടിലേക്ക് ജോലിക്കാരിയായി വന്ന പെണ്ണ് ആണല്ലോ ഈ ചന്ദ്രിക. ഇപ്പോൾ പെട്ടെന്ന് അവളാണ് മഹേന്ദ്രൻ ചേട്ടൻ്റെ മകളെന്ന് പറയുന്നു. സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് കേട്ട് വാസുവും പറയാണ്, എനിക്കും ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷേ യാതൊരു തെളിവും ഇല്ലാതെ ചന്ദ്രിക തൻ്റെ മകളാണെന്ന് നിൻ്റെ ചേട്ടൻ പറയുമോ? അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മഹേന്ദ്രനും ലക്ഷ്മിയും ഒക്കെ ചന്ദ്രികയുടെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, എനിക്ക് ചെറിയൊരു തലവേദന പോലെ തോന്നുന്നു, ഒരു കോഫി ഉണ്ടാക്കി തരാൻ പറ്റുമോ? എന്ന് പറയാണ് ചന്ദ്രിക. ഇപ്പോൾ ഉണ്ടാക്കിത്തരാം സാർ. ചന്ദ്രികയെ, ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ സാർ. ഇനിമേലിൽ എന്നെ സാറേ എന്ന് വിളിക്കരുത്, അച്ഛ എന്ന് വിളിക്ക്. ചന്ദ്രിക അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ലക്ഷ്മിക്കും മലറിനും ഒക്കെ സന്തോഷമായി ആ സംസാരം കേട്ടിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.